ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്സ് ലൈറ്റ്. നമ്മളപ്പം ഇൻ്റഗ്രൽസിൻ്റെ റിവിഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലിനി എക്സസൈസ് 7.6 തൊട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബൈ പാർട്സ് ആണ്. നമുക്കറിയാം പ്രോഡക്റ്റ് റൂൾ നമ്മൾ ഡെറിവേറ്റീവ്സിൽ പഠിക്കുന്ന പോലെ ഇൻ്റഗ്രേഷനിൽ വരുന്നതാണ് ബൈ പാർട്സ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് തന്നാൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമ്മളതിനെ 1ഉം 2 എന്ന് എടുത്താൽ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ആ ഡെറിവേറ്റീവ് കാണിക്കാനാണ് ഐ ഡാഷ് ഇട്ടിരിക്കുന്നത്. ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ദെൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ദ ഹോൾ ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ദ ഹോൾ ഇൻ്റഗ്രൽ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏത് രണ്ട് ഫങ്ഷൻസ് തന്നാൽ അതിൻ്റെ ഏതിനെ ഫസ്റ്റ് എന്നോ ഏതിനെ സെക്കൻഡ് എന്നോ എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഐലേറ്റ്. എന്താണ് ഈ ഐലേറ്റ്? ഐ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗോ, എൽ ലോഗരിതം, എ ഓൾജിബ്ര, ടി ട്രിഗ്നോമെട്രി, ഇ എക്സ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ഫോളോ ചെയ്യുക. ഇതിൽ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് ആദ്യം എടുക്കുക, ലോഗരിതം ഉണ്ടെങ്കിൽ ആ ഒരു ഇതേ ഓർഡർ തന്നെ നമ്മൾ നോക്കണം. ഇപ്പോൾ ലോഗരിതവും എക്സ്പോണൻറ്റും വന്നാൽ ആദ്യത്തെ ഫംഗ്ഷനായിട്ട് ലോഗരിതവും രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് എക്സ്പോണൻറ്റും എടുക്കുക. അതുപോലെ ഇപ്പോൾ ഓൾജിബ്രയും ഇൻവേഴ്സും ആ വരുന്നെങ്കിൽ ആദ്യത്തെ ഫംഗ്ഷനായിട്ട് ഇൻവേഴ്സും സെക്കൻഡ് ഫംഗ്ഷനായിട്ട് ഓൾജിബ്ര എടുക്കുക. ഓക്കെ, പിന്നെ ഒരു ഫോം വരുന്നത് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഫോമിൽ നമ്മൾ ഈ ബൈ പാർട്സിൽ ഈ ഒരു ഇ റേസ് ടു എക്സിൻ്റെ ഫംഗ്ഷനെ ചെയ്തു പോയി കഴിഞ്ഞാൽ അതങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും നോക്കേണ്ടത് ഇ റേസ് ടു എഫ് ഓഫ് എക്സ് പിന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് ഉണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷനെ ഇ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് സിന്ന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ ക്ലിയർ അല്ലേ? പിന്നെ എപ്പോഴും ഓർക്കുക, ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ്, ഇൻ്റഗ്രൽ കോസ് ഇൻവേഴ്സ്, ഇൻ്റഗ്രൽ ലോഗ് അങ്ങനെ ഇല്ല നമുക്ക്, അല്ലേ? അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ഇങ്ങനെ ചെയ്ത് ബൈ പാർട്സ് എടുക്കുമ്പോഴായിരിക്കും നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഇൻ്റഗ്രൽസ് വരുന്നത്. ഡയറക്റ്റായിട്ട് നമുക്കിതിനൊന്നും ഇൻ്റഗ്രൽസ് ഇല്ല, അതോടെ ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ നമ്പർ 20 ആണ്. നിങ്ങളുടെ എക്സസൈസ് 7.5 ക്വസ്റ്റ്യൻ നമ്പർ 11ഉം സെയിം കൈൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എക്സസൈസ് 7.5 ക്വസ്റ്റ്യൻ നമ്പർ 11 നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇൻ്റഗ്രൽ എക്സ് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. നമുക്ക് ഈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ കാണുമ്പോഴേ അറിയാം ഇതെന്താണ്, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്, അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ മുകളിൽ ന്യൂമറേറ്ററിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ട്, താഴെ അതിൻ്റെ ഡെറിവേറ്റീവും വരുന്നു. 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവും കൂടെ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ ബൈ പാർട്സിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ഈ ഒരു കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ വേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. എക്സ് എന്നുള്ളത് ഇതിൽ നിന്ന് ജസ്റ്റ് എടുത്ത് എഴുതാം, കാരണം നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യമുണ്ട്. ടി ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് എന്താണ്? സൈൻ ടി ആണ്, അല്ലേ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഡി ടി ബൈ ഡി എക്സ് എന്താ? 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതിൽ നിന്ന് ഡി എക്സും സെപ്പറേറ്റ് ചെയ്തു. ഡി എക്സ് എന്താണ്? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ടി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. എപ്പോഴും ഐ എഴുതാൻ ഓർക്കുക, കാരണം നെക്സ്റ്റ് ഇനി വരുന്ന എക്സ്പോണൻറ്റിൻ്റെ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ടി ബൈ റൂട്ട് ഓഫ് സൈൻ ഇൻവേഴ്സിന് പകരം ടി വന്നു, റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സിന് പകരം റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി ടി എന്ന് വന്നു. ഇതിലെ 1 മൈനസ് എക്സ് സ്ക്വയറും 1 മൈനസ് എക്സ് സ്ക്വയറും ക്യാൻസലായി. ഇവിടെ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ടി ഡി ടി എന്ന് വന്നു. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് ഈ എക്സിനെ മാറ്റിയിട്ട് പകരം എന്തെഴുതാം? സൈൻ ടി എന്ന് എഴുതാം. അതാണ് നമ്മളിവിടെ എക്സിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെച്ചത്. അപ്പം എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു സൈൻ ടി ആണ്. അതിനെ നമുക്ക് ടിയുടെ ഫോമിൽ കിട്ടി. ഇനി എന്താ? സൈൻ ടി ടി. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ്. ഇവിടെ ട്രിഗ്നോമെട്രിയും ഉണ്ട് ഓൾജിബ്രയും ഉണ്ട്. അപ്പോൾ ഐലേറ്റ് നോക്കുക, ട്രിഗ്നോമെട്രിയും ഓൾജിബ്രയും. ആദ്യത്തെ ഫംഗ്ഷനായിട്ട് ഏതെടുക്കാം? ഓൾജിബ്ര എടുക്കാം. ട്രിഗ്നോമെട്രി സെക്കൻഡ് ഫംഗ്ഷനായിട്ട് എടുക്കാം. ഓക്കെ, അപ്പം എന്താണ് ഫോർമുല? നമ്മൾ ബൈ പാർട്സ് ചെയ്യുന്നത് എങ്ങനെയാണ്?
ഇന്റഗ്രൽ ടി ഡി ടി നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതുക. ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഡി ടി പ്ലസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ടിയുടെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഇന്റഗ്രൽ ഓഫ് സൈൻ ടി എന്താണ് കോസ് ടി ദ ഹോൾ ഇന്റഗ്രൽ. അതാണ് ആ ഡി ടി എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. അപ്പോൾ ഇവിടെ എന്തോരും ടി ഇൻറ്റു മൈനസ് കോസ് ടി ഇന്റഗ്രൽ ഓഫ് സൈൻ ടി മൈനസ് കോസ് ടി പ്ലസ് ഇന്റഗ്രൽ ഓഫ് കോസ് ടി എന്താണ് സൈൻ ടി പ്ലസ് സി. അപ്പോൾ ഈ ഒരു ഫോമിൽ എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയോ ആൻസർ? ഇല്ല, ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ക്വസ്റ്റ്യൻ എന്താണോ തന്നിരിക്കുന്നത് അതേ ഫോമിൽ തിരിച്ചെഴുതണം. അപ്പോൾ ടി എന്തെഴുതാം? ഈ മൈനസ് ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് കോസ് ടി എന്നുള്ളിടത്ത് കോസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അപ്പോൾ നിങ്ങൾ ബാക്ക് ആൻസർ നോക്കുമ്പോൾ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ ഈ സൈൻ ഇൻവേഴ്സ് എക്സിനെ എങ്ങനെ കോസിലേക്ക് മാറ്റാം? സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രയാങ്കിൾ വരച്ച് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എക്സും പെർപെൻഡിക്കുലർ എക്സും ഹൈപ്പോട്ടന്യൂസ് 1ഉം അങ്ങനെയാണ്. അഡ്ജസൻറ്റ് സൈഡ് എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതിൽ നിന്ന് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് എന്താ? കോസ് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 അല്ലേ? ഇവിടെ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ള എടുത്താൽ. അപ്പോൾ ഇതിനെ കോസ് ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 എന്ന് എഴുതുക. സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു കോസ് ഇൻവേഴ്സ് എന്താണ്? റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലേ? പ്ലസ് എക്സ് പ്ലസ് സി. അപ്പോൾ ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. നിങ്ങളുടെ ആൻസർ കിട്ടും. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ ഓൾ ഓഫ് യു. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ വരുന്നത് എക്സാമ്പിൾ 21 ആണ്. ഓക്കെ, അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ നമുക്ക് ഓർഡർ അറിയണം. അപ്പോൾ എന്താ ഓർക്കണ്ടേ? ഐ ലേറ്റ്. അപ്പോൾ എക്സ്പോണൻ്റ് ഉണ്ട്, പിന്നെ ഏതാ സൈൻ എന്ന് പറയുമ്പോൾ ട്രിഗ്നോമെട്രി ഉണ്ട്. അപ്പോൾ ട്രിഗ്നോമെട്രി ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സ്പോണൻ്റ് നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. ഇവിടെയാണ് ഐ എഴുതണമെന്ന് പറയുന്നത് കേട്ടോ. ഐ എഴുതുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും ഇപ്പോൾ ചെയ്തു വരുമ്പോൾ. സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻ്റഗ്രൽ ഫസ്റ്റ് ആസ് ഇറ്റ് ഇസ് integral of second minus integral of derivative of first എന്താ? sin x ന്റെ ഡെറിവേറ്റീവ് cos x ഇൻറ്റു integral of e raised to x ആണ് e raised to x the whole integral അല്ലേ? അപ്പോൾ ഇവിടെയും വീണ്ടും എന്താ? ഹോൾ ഇൻ്റഗ്രൽ പറയുമ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ വീണ്ടും നമുക്കിത് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ സൈൻ എക്സ് ഇ റേസ് ടു എക്സ് എഴുതി മൈനസ് കോസ് എക്സ് ഇ റേസ് ടു എക്സ് എന്ന് വരും. ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഓഫ് മൈനസ് വരുന്നത് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പം കോസിൻ്റെ ഡെറിവേറ്റീവ് ആ മൈനസ് ആണ് ഇവിടെ പ്ലസ് വരുന്നത്. ഓക്കെ, ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് വീണ്ടും എന്താ? ഇൻ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് തന്നെ. ദ ഹോൾ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പം വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഇതേപോലെ ഇത് കണ്ടിന്യൂ ആയി പോകും. പകരം നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പാർട്ടിനെ എന്തെഴുതാം? നമ്മൾ അതിനെ ഐ എന്നല്ലേ എഴുതുക, അപ്പോൾ ഐ എന്ന് തന്നെ എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ എങ്ങനെ വരും? സൈൻ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് കോസ് എക്സ് ഇ റേസ് ടു എക്സ്. ഇവിടെ മൈനസ് ഐ എന്ന് എഴുതാം. ഓക്കെ, മൈനസ് ഐ. ഇവിടെ എന്താ വരുന്നത്? കാരണം ഇത് മൈനസ് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ആ മൈനസ് ആണ് ഇവിടെ വരുന്നത്. ഈ മൈനസ് ഐയും ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത് 2i ആയി. 2i ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് കോമൺ എടുത്താൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഐ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ് എക്സസൈസിൽ. ഇൻ്റഗ്രൽ എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഇവിടെ നമ്മൾ ഐലേറ്റ് പോയാൽ എന്താണ്? ഓൾജിബ്ര ഉണ്ട്, എക്സ്പോണൻ്റ് ഉണ്ട്. എക്സ്പോണൻ്റ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷനും ഓൾജിബ്ര ഫസ്റ്റ് ഫംഗ്ഷനും ആയിരിക്കും അല്ലേ? പക്ഷേ അതിന് മുമ്പ് നമുക്ക് നോക്കേണ്ട എന്താണ്? ഇവിടെ എക്സ് മൈനസ് 3 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ് എന്ന് വന്നു അല്ലേ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ നോക്കുക, ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ എക്സ് മൈനസ് 3യെ നമുക്ക് എക്സ് മൈനസ് 1 ഫോമിലേക്ക് കൊണ്ടുവരാം. അതിനെന്താ ചെയ്യേണ്ടത്? എക്സ് മൈനസ് 3യെ നമുക്ക് എക്സ് മൈനസ് 1 മൈനസ് 2 എന്ന് എഴുതാം. അപ്പോൾ എന്താ? എക്സ് മൈനസ് 1 മൈനസ് 2 ഇത്ര ഇങ്ങനെ സെപ്പറേറ്റ് ആയി. ഇവിടെ നമുക്ക് ഈ ഡിനോമിനേറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എഴുതാമല്ലോ. ഈ റേസ് ടു എക്സ് തൽക്കാലം പുറത്ത് കിടക്കട്ടെ. ഇൻ്റഗ്രൽ എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ദ ഹോൾ ക്യൂബ്
പ്ലസ് -2/(x-1) the whole cube e⁻x. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു x-1ഉം ഇവിടുത്തെ ഒരു x-1 the whole cube എന്ന് ഒരെണ്ണവും കൂടെ ക്യാൻസൽ ആയാൽ 1/(x-1) the whole square പ്ലസ് -2/(x-1) the whole cube e⁻x dx. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ പ്രാക്ടീസ് കൊണ്ട് ഹെൽപ്പ് ആകുന്നത്. നോക്കിയേ, ഈ രണ്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1/(x²ന്റെ ഡെറിവേറ്റീവ് ആണ് -2/(x³) അല്ലേ? 1/(x²) എന്താ? x⁻², അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -2x⁻³ എന്ന് വരും. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, ഈ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അല്ലേ സെക്കൻഡ്, കൂടെ ആ e⁻x ഉണ്ട്. അപ്പോൾ e⁻x f(x) + f'(x) dx എന്നുള്ള ഫോമിലാണ്. അങ്ങനെ ആണെങ്കിൽ ആൻസർ ഡയറക്റ്റ്ലി എന്ത് എഴുതാം? e⁻x f(x) + c എന്ന് എഴുതാം. അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇവിടെ f(x) എന്താ? 1/(x-1) the whole square. അപ്പോൾ e⁻x 1/(x-1) the whole square പ്ലസ് c എന്ന് ആൻസർ എഴുതാം. ക്ലിയർ ആണോ? ഇനി അടുത്തത് എക്സസൈസ് 7.7, വീണ്ടും ബേസ് ഫോർമുലാസ് ആണ്. ഫോർമുലാസ് നോക്കാം. ഇൻ്റഗ്രൽ √(x² - a² dx is equal to x/2 into √(x² - a² minus a²/2 log mod x plus √(x² - a² plus c. ഫോർമുല പഠിച്ചേ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇവിടെ x² - a²ൻ്റെയും x² + a²ൻ്റെയും ഫോർമുല ഉണ്ട്. അപ്പോൾ ഒരെണ്ണം അറിയാമെങ്കിൽ മറ്റേ ജസ്റ്റ് സൈൻ ചേഞ്ച് ചെയ്താൽ മതി. സെയിം ഇവിടെ എല്ലാം, ഇവിടെയൊക്കെ എവിടെ നെഗറ്റീവ് വന്നോ അവിടെയെല്ലാം ഇവിടെ പോസിറ്റീവ് വരുന്നു സെക്കൻഡ് ഫോർമുലയിൽ. ഓക്കെ, ഇനി തിരിച്ച് a² - x² ആണെങ്കിലോ x/2 റൂട്ടിൽ അത് തന്നെ വന്നു പ്ലസ് a²/2, അവിടം വരെ സെയിം തന്നെയാണ്. ഇവിടെ ലോഗിന് പകരം നമ്മൾ സൈൻ ഇൻവേഴ്സ് x/a പ്ലസ് c എന്നാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായ കുഞ്ഞു കുഞ്ഞു ടിപ്സ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഫോർമുലാസ് തമ്മിൽ എന്ത് ഡിഫറൻസ് ആണെന്നുള്ളത് പഠിക്കുക. അപ്പോൾ ഒരെണ്ണം ഓർക്കാൻ പറ്റുക, മറ്റേ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കിയാൽ എക്സാമ്പിൾ നമ്പർ 24 ആണ്. ഇൻ്റഗ്രൽ √3 - 2x - x² dx. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിനെ ഒന്ന് നമുക്കുള്ള ഫോർമുലാസ് എന്താ? x² - a² അല്ലെ a² - x² ഫോമാണ് അല്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ ആ ഒരു ഫോമിലേക്ക് എങ്ങനെ എഴുതാം? ഡിഫറൻസ് ഓഫ് 2 സ്ക്വയേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം? ഓക്കെ, അല്ലെങ്കിൽ സം ഓഫ് 2 സ്ക്വയേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതാം എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഫോളോ ചെയ്യുന്ന x² ആദ്യം എടുക്കുന്ന ആ ഒരു ഓർഡറിൽ എഴുതിയാൽ -x² - 2x + 3 എന്ന് വരും. മൈനസ് കോമൺ എടുത്താൽ x² + 2x - 3 എന്ന് വരും. കംപ്ലീറ്റിംഗ് സ്ക്വയർ ആണ് അപ്ലൈ ചെയ്യുന്നത്. കംപ്ലീറ്റിംഗ് സ്ക്വയർ x²ൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ b/2 the whole square ചെയ്താൽ മതി. ഇവിടെ b എന്താണ്? 2 ആണ്. 2/2 the whole square എന്താ? 1 അല്ലേ? അപ്പോൾ 1² ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. ഇത്രയും പാർട്ട് നമുക്ക് കണ്ണടച്ച് എഴുതാം. എന്താ? x + 1 the whole square മൈനസ് -3 - 1 എന്താണ്? -4 ആണ്. ആ -4 എന്താ? ശരിക്കും 2² ആണ് അല്ലേ? അപ്പം ഈ മൈനസ് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഇത് x² - a² ഫോമിൽ നിന്ന് a² - x² എന്നുള്ള ഫോമിലേക്ക് വന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഇതെന്താണ്? 2² - x + 1 the whole square അല്ലേ? ഇനി നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. നമുക്ക് ഫോർമുല ഉണ്ട്. ഇൻ്റഗ്രൽ √4 അല്ലെങ്കിൽ 2² - x + 1 the whole square dx എന്നുള്ളത് എന്താണ്? ഫോർമുല അറിഞ്ഞിരിക്കണം. x + 1 x/2 എന്നുള്ളിടത്ത് ഇവിടെ x എന്താ? x + 1/2 √2² - x + 1 the whole square പ്ലസ് a² എന്താ? 2²/2 സൈൻ ഇൻവേഴ്സ് x + 1/2 പ്ലസ് c. അപ്പോൾ ഇവിടെ a² തിരിച്ചു വരുന്നത് ആ സൈൻ ഇൻവേഴ്സ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എക്സസൈസ് 7.9 ആണ്. അതിൽ എക്സാമ്പിൾ നമ്പർ 27 നോക്കാം. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യാൻ പോവാണ് അല്ലേ? ഇത്രയും നേരം നമ്മൾ ഇൻ്റഗ്രേഷൻ ആണ് ചെയ്തത്. ഇനി എങ്ങനെയാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മളിവിടെ ഇൻ്റഗ്രൽസിൽ വാല്യൂസ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 4 to 9 √x/30 - x⁻³ the whole square dx. ഓക്കെ, അപ്പോൾ ഇവിടെ പവർ കണ്ടു, പവർ ഫ്രാക്ഷൻ ആയിട്ട് കണ്ടു. പവർ ഫ്രാക്ഷൻ ആയിട്ട് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഏതിനാണ് പവർ ഫ്രാക്ഷൻ ആയിട്ട് വന്നത്? ഇവിടെയാണ് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെന്ത് കൊടുക്കും? t എന്ന് കൊടുക്കും. അപ്പോൾ t = 30 - x⁻³ അതിന്
നമ്മൾ ഡെറിവേറ്റീവ് എടുത്താൽ ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 30ക്ക് ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റിൻ്റെ 0 പോവും. പിന്നെ -3/2 എക്സ് റേസ് ടു 1/2 എന്ന് വരും. എക്സ് റേസ് ടു 1/2 എന്താ റൂട്ട് എക്സ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഡി എക്സ് സെപ്പറേറ്റ് ചെയ്താൽ -2/3 റൂട്ട് എക്സ് ഡി ടി എന്ന് കിട്ടും. ഇനി അടുത്ത നമ്മൾ ഇൻ്റഗ്രലിൽ എടുത്താൽ എന്ത് വരും? ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ഹോൾ സ്ക്വയർ ആയിരുന്നു, അപ്പോൾ ടി സ്ക്വയർ ഇൻറ്റു ഡി എക്സിന് പകരം -2/3 റൂട്ട് എക്സ് ഡി ടി. ഇവിടെ റൂട്ട് എക്സ് ക്യാൻസൽ ആക്കാം. -2/3 ഇൻ്റഗ്രൽ 1/t സ്ക്വയർ, -2/3 പുറത്തെടുത്തു. ഇൻ്റഗ്രൽ ഓഫ് 1/t സ്ക്വയർ എന്താ? t⁻²ൻ്റെ ഇൻ്റഗ്രൽ t⁻² + 1 ബൈ -2 + 1. അപ്പോൾ t⁻1/-1 എന്നാണ് വരുന്നത്, വിച്ച് ഇസ് -1/t. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റഗ്രൽസ് ഒക്കെ കുറച്ച് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റും. -2/3 ഇൻറ്റു -1/t. ടി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി എന്തായിരുന്നു? 30 - x² ആയിരുന്നു. അപ്പം 2/3 ഇൻറ്റു 1/30 x² അല്ല, എക്സ് റേസ് ടു 3/2. ഈ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്കിനി അപ്ലൈ ചെയ്യാം. 4ഉം 9ഉം ആണ്. അപ്പോൾ എന്താ? ആദ്യം 9 കൊടുക്കുക. എക്സിന് പകരം 9 കൊടുത്താൽ 2/3 1/30 മൈനസ് 9നെ 3² എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് a⁻m² എന്നുള്ള ഫോമിൽ 3⁻2 × 3/2 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 3³ എന്ന് വരും അല്ലേ. ഇവിടെയോ -1/30 മൈനസ് 4ന് പകരം 2² കൊടുത്താൽ വീണ്ടും അതേപോലെ 2² × 3/2 വീണ്ടും 2 ക്യാൻസൽ ആയാൽ 2³ വരും. 30 - 27 3ഉം 30 - 8 22ഉം കിട്ടും. LCM എടുത്ത് സോൾവ് ചെയ്ത് 2/3 വെച്ച് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത ആൻസർ എന്ത് വരും? 19/99. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. ഇൻ്റഗ്രൽ 0 to π, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 0 to π sin² x/2 - cos² x/2 dx. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോം നമുക്കിവിടെ പ്ലസ് ആയിരുന്നു, ഈസി ആയിട്ട് 1 എന്ന് എഴുതായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ പ്ലസ് അല്ല, പകരം മൈനസ് വന്നു. അപ്പം മൈനസ് വന്നാൽ നിങ്ങൾ ഏത് ഫോമിൽ ഓർക്കണം? 2θയുടെ ഫോമിൽ ഓർക്കുക. cos 2θ എന്താ? തിരിച്ചായിരുന്നെങ്കിൽ cos² - sin² ആയിരുന്നെങ്കിൽ നമുക്ക് cos 2θ എന്ന് എഴുതാൻ. അപ്പോൾ ജസ്റ്റ് ഈ മൈനസ് പുറത്തെടുത്താൽ -0 to π cos² x/2 - sin² x/2 dx -0 to π. ഇതിനെ എന്ത് എഴുതാം? ഇവിടെ x/2 ആണ് തീറ്റ. അപ്പോൾ 2θ എന്ന് പറയുന്നത് ഏതായിരിക്കും? 2 × x/2 വിച്ച് ഇസ് x. സോ ഇൻ്റഗ്രൽ cos x dx എന്ന് വന്നു അല്ലേ. ഇൻ്റഗ്രലിൻ്റെ ഡയറക്റ്റ് cos x നമുക്കറിയാം എന്താ? -sin x. പൈ വാല്യൂ അപ്ലൈ ചെയ്യുക. മൈനസ് ഓഫ് sin π മൈനസ് sin 0. ഓക്കെ, n പൈസ് എന്താണ്? സീറോസ് ആണ് സൈനിന് വരുന്നത്. അപ്പോൾ ആൻസർ എന്ത് വരുള്ളൂ? 0 എന്നേ വരുള്ളൂ. ക്ലിയർ അല്ലേ? നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എക്സസൈസ് 7.10ലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 8 എക്സസൈസിലെ ഇൻ്റഗ്രൽ 1 to 2 1/x - 1/2x² e⁻²x dx. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതെന്താ? e⁻x f(x + f'(x) dx ഫോം ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? e⁻f(x) എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കിവിടെ e⁻x അല്ല, പകരം എന്താ? e⁻2x ആണ് അല്ലേ. e⁻x ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. e⁻2x ആകുമ്പം നമ്മൾ എന്താ ചെയ്യാൻ നോക്കുന്നത്? അതിനെ e⁻x അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് e⁻t എന്നുള്ളൊരു ഫോമിൽ കിട്ടുമോ? അപ്പോൾ t is equal to നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 2x. dt എന്ത് വരും? 2dx. dx എന്ത് വരും? dt/2 അല്ലേ. ഇതിൽ നിന്ന് x എന്താണ്? t/2 ആണ് അല്ലേ. x t/2. അപ്പോൾ ആ ഫോമിൽ നമ്മൾ ഇൻ്റഗ്രേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ i is equal to integral 1/t/2 minus 1/2 into t/2 the whole square into e⁻t into dt/2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പം ഇത് റെസിപ്രോക്കൽ എന്ത് വരും? ഇൻ്റഗ്രൽ 2/t പ്ലസ് -2/t² എന്ന് വരും അല്ലേ. ഇവിടെ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2/t² ഇൻറ്റു e⁻t/2. ഈ 2 നമ്മൾ കോമൺ എടുക്കുകയാണ്. ഇവിടേക്ക് 2 കോമൺ എടുത്തു. അപ്പോൾ എന്താ വരുന്നത്? 1/t പ്ലസ് -1/t² e⁻t അല്ലേ. e⁻t എന്ന് വന്നു. ഇവിടെ നമ്മൾ 2 കോമൺ എടുത്തു. അതുപോലെ തന്നെ 2 ഇവിടുത്തെ e/2 എന്നുള്ളത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ e⁻t ഇൻറ്റു 1/t എന്നെഴുതാലോ. e⁻t
ഇൻറ്റു 1/t നമ്മുടെ ഫംഗ്ഷൻ പ്ലസ് നമ്മൾ 1 to 2 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാനോടുണ്ട്. അപ്പോൾ ഇ റേസ് ടു ടിക്ക് പകരം എന്തെഴുതാം? ഇ റേസ് ടു ടിക്ക് പകരം നമ്മൾ ഇ റേസ് ടു 2x എന്ന് എടുത്തു. ഇവിടെ 2/2 ആണ്, അപ്പോൾ ക്യാൻസൽ ആയിട്ട് 1 വരും കേട്ടോ. ഇ റേസ് ടു 2x/2x വാല്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇ റേസ് ടു 4/4 മൈനസ് ഇ സ്ക്വയർ ബൈ 2. ഓക്കെ, ക്ലിയർ അല്ലേ? സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഇ റേസ് ടു എക്സ് വരുമ്പോഴാണ് ഫോർമുല, ഇവിടെ 2x ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് ഓർക്കുക. ഇനി അടുത്ത് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. മിസലേനിയസിലെ എക്സാമ്പിൾ 38. ഓക്കെ, മിസ്ലേനിയസ് എക്സസൈസിലെ 38 എന്ന് പറയുന്ന ക്വസ്റ്റ്യനും ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ i is equal to integral 1/3 to 1 x minus x cube the whole raised to 1/3 by x raised to 4. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ക്യൂബ് നമ്മൾ കോമൺ എടുക്കുക. അപ്പോൾ എക്സ് ക്യൂബ് കോമൺ എടുത്താൽ എന്താ സംഭവിക്കുന്നത്? x/x³ മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/3 ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4. ഇനി ഈ 1/3 നമ്മൾ രണ്ടിനും കൂടെ കൊടുക്കുക. എ എം ദ ഹോൾ റേസ് ടു n, എ റേസ് ടു n ഇൻറ്റു എം റേസ് ടു n എന്ന് പറയുന്ന പോലെ ഇത് നമ്മൾ എ ബി ദ ഹോൾ റേസ് ടു n, എ റേസ് ടു n ഇൻറ്റു ബി റേസ് ടു n എന്ന് കൊടുക്കുന്ന പോലെ 1/3 നമ്മൾ രണ്ടിനും കൊടുത്തു. അപ്പോൾ എക്സ് റേസ് ടു 3 ദ ഹോൾ റേസ് ടു 1/3 ഇൻറ്റു x/x മൈനസ് 3 മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/3 ദ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു 4. ഇവിടെ ഇതെന്ത് വരും? 3 ക്യാൻസൽ ആകും അല്ലേ? പ്രോഡക്റ്റ് വെച്ചിട്ട് 3 ഇൻറ്റു 1/3 1 എന്ന് വരും, അത് എക്സ് എന്ന് എഴുതാം. ഇവിടെ എന്ത് വരും? x/x മൈനസ് എക്സ് ക്യൂബ് മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/3 അങ്ങനെ തന്നെ വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതുമായിട്ട് ക്യാൻസൽ ചെയ്താൽ എക്സ് റേസ് ടു 4 എക്സ് കൂടെ ക്യാൻസൽ ചെയ്താൽ ഇതെന്തായി? എക്സ് ക്യൂബായി. ഇവിടെ എന്ത് വരും? എക്സും ഇതിനകത്തെ എക്സ് ക്യൂബൂടെ ക്യാൻസൽ ചെയ്താൽ 1/x² മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/3 dx. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇവിടുത്തെ ഈ ഒരു പവർ ഫ്രാക്ഷൻ വരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. t is equal to 1 minus x² minus 1 dt by dx എന്താണ്? -2/x³ അല്ലേ? അപ്പം ഇൻ്റഗ്രൽ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇൻ്റഗ്രൽ ഇവിടെ എന്താ വാല്യൂ? 1/3 to 1 t raised to 1/3 by x³ into x³ by -2 dt. dxന് പകരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ x³ ക്യാൻസൽ ആയാൽ -1/2 ഇൻറ്റു ഇതെന്താ? t raised to 1/3യുടെ ഇൻ്റഗ്രൽ എന്ത് വരും? 3/4 t raised to 4/3 എന്ന് വരും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ -3/8 ഇൻറ്റു t raised to 4/3. ഇനി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാല്യൂ 1/3 to 1 ആണ്. അപ്പം 1 അപ്ലൈ ചെയ്യുക, 1 അപ്ലൈ ചെയ്തു, -3/8. യെസ്, അപ്പം നെക്സ്റ്റ് വരുന്ന എന്തായിരിക്കും? ഒരു സെക്കൻഡ്, ഇവിടെ നമ്മൾ 1 raised to any വാല്യൂ ആണ് അല്ലേ? -1/9 എന്ന് വരും. 1/3 ദ ഹോൾ റേസ് ടു 4/3 1/9 മൈനസ് 1. പിന്നെ നമ്മൾ ഇവിടെ 1 ആണ്, സോറി. അപ്പം നെക്സ്റ്റ് ചെയ്യുന്ന എന്തായിരിക്കും? ഇവിടെ നമ്മൾ റെസിപ്രോക്കൽസ് എടുക്കാൻ പോവാണ്. -9 മൈനസ് 1 -9 മൈനസ് 1 മൈനസ് ഓഫ് -9 മൈനസ് 1 ആണ്. അത് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? -3/8 ഇൻറ്റു മൈനസ് ഓഫ് -9 minus 1 the whole raised to 4/3. 9 minus 1 8 ആണ്. 8നെ 2³ എന്ന് എഴുതാം. -3/8 into 2³ the whole raised to 4/3. -3/8 into 2 raised to 4 16 എന്ന് വരും. 16 8 കൂടെ ക്യാൻസൽ ആയാൽ 2 വരും. -3 into 2 -3 into 2 എന്താണ്? -6 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. f of x equal to integral 0 to x t sin t dt then f dash of x എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് f dash of x ആണ് ചോദിച്ചിരിക്കുന്നത്. f of x എന്താ തന്നിരിക്കുന്നത്? ഇൻ്റഗ്രൽ 0 to x f dash of t ആണ് അല്ലേ? ഇവിടെ f dash of t എന്ന് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ എടുത്താൽ f dash of t dt അത് തന്നിട്ടുണ്ട്. അപ്പോൾ f dash of t ആണ് ഈ സംഭവമെങ്കിൽ f dash of x ചോദിച്ചാൽ എന്ത് എഴുതിയാൽ മതി? ഈ t മാറ്റിയിട്ട് നമ്മൾ എക്സിൽ എഴുതിയാൽ മതി അല്ലേ? f dash of t t sin t എന്നാണെങ്കിൽ f dash of x എന്തായിരിക്കും? x sin x എന്നായിരിക്കും.
ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്. വിൽ സി യു സൂൺ ഇൻ അനദർ ക്ലാസ്. ടേക്ക് കെയർ. ബൈ ബൈ.